ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ടുണ്ടായ അപകടത്തിൽ മരണം 18ആയി. 50ഓളം പേർക്ക് പരിക്കേറ്റു. മഹാകുംഭമേളയിൽ പങ്കെടുക്കാനെത്തിയ തീർത്ഥാടകരുടെ തിരക്കാണ് അപകടത്തിന് ഇടയാക്കിയത്. അപകടം മറച്ചുവെക്കാൻ റെയിൽവേ ശ്രമിച്ചതായി ആക്ഷേപമുയർന്നിട്ടുണ്ട്. രാത്രി 8:30-നും 10:30-നും ഇടയിലാണ് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഈ അപകടമുണ്ടായത്. സ്വതന്ത്ര സേനാനി എക്സ്പ്രസ്, രാജധാനി എക്സ്പ്രസ് എന്നിവയ്ക്ക് പുറമെ പ്രത്യേക തീവണ്ടി കൂടി എത്തും എന്ന അറിയിപ്പിനെ തുടർന്ന് ആളുകൾ ഇരച്ചെത്തുകയായിരുന്നു പ്ലാറ്റ്ഫോമുകളിലേക്ക്. 12-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തേണ്ട ട്രെയിൻ 16-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയതായുള്ള അറിയിപ്പ് കൂടി എത്തിയതോടെ യാത്രക്കാർ ട്രെയിനിൽ കയറാൻ പരക്കം പാഞ്ഞു. നടപ്പാതകളിലും പടികളിലും ആളുകൾ മറിഞ്ഞു വീണതാണ് മരണസംഖ്യ വർദ്ധിക്കാൻ ഇടയാക്കിയത്. മരിച്ചവരിൽ 11 സ്ത്രീകളും 4 കുട്ടികളും ഉൾപ്പെടുന്നു. സംഭവത്തിന് പിന്നാലെ പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി പരിക്കേറ്റവരെയും മൃതദേഹങ്ങളും LNJP ലേഡി ഹാർഡിംഗ് ആശുപത്രികളിലേക്ക് മാറ്റി. യാത്രക്കാർക്ക് പ്രത്യേക ട്രെയിനുകൾ ഏർപ്പെടുത്തി. സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ രംഗത്തുവന്നു. പ്രധാനമന്ത്രി, രാഷ്ട്രപതി തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് റെയിൽവേ 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2.5 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. തിരക്കും ഒരു യാത്രക്കാരൻ പടികളിൽ വീണതുമാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് റെയിൽവേയുടെ വിശദീകരണം. മൃതദേഹങ്ങൾ ആശുപത്രിയിൽ എത്തിച്ച ശേഷവും അപകടം സംബന്ധിച്ച വാർത്തകൾ റെയിൽവേ നിഷേധിച്ചത് വിവാദമായി. സംഭവത്തിൽ റെയിൽവേ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. പ്ലാറ്റ്ഫോമുകളിലെ CCTV ദൃശ്യങ്ങൾ സുരക്ഷിതമാക്കാനായി റെയിൽവേ 2-അംഗ സമിതിയെ ചുമതലപ്പെടുത്തി. അപകടത്തിൽ ഡൽഹി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അപകടമുണ്ടായി ആളുകൾ മരിച്ച ശേഷവും റെയിൽവേ സംഭവം മറച്ചുവെക്കാൻ ശ്രമിച്ചതായുള്ള ആക്ഷേപം ശക്തമാണ്. അതേസമയം അപകടത്തിന് പിന്നാലെ ഉത്തരേന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം റെയിൽവേ നൽകിയിട്ടുണ്ട്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.